രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ചരിത്രത്തിലെ തങ്ങളുടെ ആദ്യ ഫൈനൽ ലക്ഷ്യമിട്ട് കേരളം നാളെ ഇറങ്ങുകയാണ്. സെമി ഫൈനലിൽ ഗുജറാത്താണ് കേരളത്തിന്റെ എതിരാളികൾ. ക്വാർട്ടർ ഫൈനലിൽ ജമ്മു കാശ്മീരിനെതിരെ നിർണായക സമനില നേടി ആദ്യ ഇന്നിംഗ്സിലെ 1 റൺസ് ലീഡിന്റെ കരുത്തിലാണ് കേരളം സെമിയിലേക്ക് മാർച്ച് ചെയ്തത്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാവിലെ 9:30-ക്കാണ് മത്സരം തുടങ്ങുക. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റുള്ള ടീം എന്ന നിലയിലാണ് സ്വന്തം മണ്ണിൽ കളിക്കാൻ ഗുജറാത്തിന് അവസരമൊരുങ്ങിയത്. 2017 ശേഷം ആദ്യ ഫൈനലാണ് ഗുജറാത്ത് ലക്ഷ്യമിടുന്നത്. അതേസമയം 2019 കേരളം ആദ്യമായി രഞ്ജി ട്രോഫി സെമിയിൽ എത്തിയത് ഗുജറാത്തിനെ തോൽപ്പിച്ചായിരുന്നു. അതേ മികവ് വീണ്ടും ആവർത്തിച്ച് ഗുജറാത്തിനെ തോൽപ്പിച്ച് ഫൈനലിലെത്താൻ കേരളത്തിനായാൽ അതൊരു ചരിത്രം കൂടിയാവും. അന്ന് കേരളത്തിനു വേണ്ടി കളിച്ച 6 താരങ്ങൾ ഇപ്പോഴും കേരള ടീമിലുണ്ട്. അന്ന് 2019 ആദ്യ ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്ത കേരളം 185 റൺസായിരുന്നു നേടിയത്. അതിന് മറുപടിയായി 162 റൺസാണ് ഗുജറാത്ത് സ്കോർ ചെയ്തത്. സഞ്ജു സാംസൺ പരിക്കേറ്റ് പുറത്തായ ആദ്യ ഇന്നിംഗ്സിൽ ബേസിൽ തമ്പി 37 റൺസും രാഹുൽ 26 റൺസും വിനൂപ് മനോഹരൻ 25 റൺസും നേടുകയുണ്ടായി. സന്ദീപ് വാര്യർ 4 വിക്കറ്റും ബേസിൽ തമ്പി, MD നിതീഷ് എന്നിവർ 3 വിക്കറ്റ് വീതവും നേടി ഗുജറാത്തിനെ 162-ൽ ഒതുക്കി. രണ്ടാം ഇന്നിംഗ്സിൽ 14 റൺസിന്റെ ലീഡുമായി ഇറങ്ങിയ കേരളം 172 റൺസാണ് കൂട്ടിച്ചേർത്തത്. സിജോമോൻ ജോസഫ് 56 റൺസുമായി തിളങ്ങിയപ്പോൾ ജലജ് സക്സേന 44 റൺസ് നേടി. സന്ദീപ് വാര്യർ 4 വിക്കറ്റും ബേസിൽ തമ്പി 5 വിക്കറ്റും നേടിയ രണ്ടാം ഇന്നിംഗ്സിൽ കേരളം ഗുജറാത്തിനെ 81 റൺസിൽ ഓൾ ഔട്ടാക്കി. ഇതോടെ 113 റൺസിന്റെ ആധികാരിക വിജയം സ്വന്തമാക്കി കേരളം സെമിയിലേക്ക് പ്രവേശിച്ചു. സെമിയിൽ വിദർഭയോട് ഇന്നിംഗ്സിനും 11 റൺസിനും തോൽവിയേറ്റ് ഫൈനൽ കടക്കാതെ അന്ന് മടങ്ങേണ്ടി വന്നു കേരളത്തിന്. എന്നാൽ ഇത്തവണ ആ നിരാശ മറികടന്ന് ഫൈനലിലെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കേരളം. മുംബൈ, വിദർഭ എന്നീ ടീമുകൾ തമ്മിലുള്ള രണ്ടാം സെമി വിജയികളെയാവും അങ്ങനെയെങ്കിൽ കേരളത്തിന് നേരിടേണ്ടി വരിക. പല വമ്പൻ ദേശീയ താരങ്ങളും അണിനിരന്ന ടൂർണമെന്റിൽ കിരീട വിജയത്തോടെ മടങ്ങാനായാൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ പുതിയ ജേതാക്കളുടെ പിറവി കൂടിയാകും അത്.